അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയും കൈ കാണിച്ച് നിർത്തുന്നില്ലടാ. ഞങ്ങൾ എന്താ ചെയ്യുക? ബാപ്പയാണെങ്കിൽ കുഴങ്ങിക്കണ്. അതിനെന്തെങ്കിലും ഒന്ന് തിന്നാനോ കുടിക്കാനോ വാങ്ങി കൊടുക്കാൻ ഇവിടെ ഒരു ഹോട്ടലും തുറന്നിട്ടുമില്ല. നോമ്പല്ലേ? വണ്ടിക്ക് കുറെ കൈ കാട്ടുന്നു, വണ്ടി നിർത്തിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യാ? ആ മോളെ, വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടി കിട്ടിയാൽ ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തിക്കോളൂ കേട്ടോ. ആകെ കൊടുക്കാൻ നേരമായി. ആകെ ഞങ്ങൾ കുഴങ്ങി അവിടെ നിന്നിട്ട്. എനിക്ക് ഭയങ്കര ക്ഷീണം. എന്താ പറ്റി? നോമ്പ് ഒരു ക്ഷീണം. എനിക്ക് കിടക്കണം. ഞങ്ങളിരിക്കും. എന്താ പറ്റിയത്? അയ്യോ, നോമ്പൊരു ക്ഷീണമാണ്. എന്നാൽ ഇങ്ങനെയൊന്നും ആവലില്ലല്ലോ. വണ്ടി അയ്യോ, കണ്ണെടുത്ത് കിടക്കുമ്പോ എനിക്കെന്തോ പേടി. പഠിച്ചനെ പഠിച്ചനെ എന്റെ റബ്ബേ. എന്താ പറ്റിയത്? അതെ, നോമ്പ് നോറ്റ് ക്ഷീണ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ആളാ. ആകെ എടുക്കാൻ നേരമായി. നോമ്പ് തുറക്കാനായി. വണ്ടിയൊന്നും കിട്ടിയില്ല. നിങ്ങളൊന്നും കൊണ്ടും ബേജാറാവണ്ട. നിങ്ങൾക്കുള്ള നോമ്പ് തുറക്കുള്ള ഭക്ഷണമായിട്ട് ഞാൻ എപ്പോഴും വരാം കേട്ടോ. എപ്പോഴും വരാട്ടോ. ആയിക്കോട്ടെ. കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നോമ്പ് കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിയതാ കേട്ടോ. ഇത് കഴിച്ചോട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വിശ്രമിക്കാം കേട്ടോ. ആയിക്കോട്ടെ. ഒക്കെ കുറച്ച് വഴിട്ടുള്ളൂ. മധുരവും ഉണ്ട്. കിടന്നോളി തിന്നട്ടാ. എന്താ നിങ്ങളെ പേര്? ഏത് പേരും ആയിക്കോട്ടെ, ഏത് മതവും ആയിക്കോട്ടെ, കാവൽ എന്നും ഉണ്ടായിരിക്കട്ടെ. ഏത് ജാതി ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ ചെയ്തത് വലിയൊരു പുണ്യാണ്. കുഴങ്ങി കിടന്ന ഒരാളല്ലേ, നിങ്ങൾ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലേ? അള്ളാഹുവിന്റെ കാരുണ്യം എന്നും ഉണ്ടാവട്ടെ. എന്നും ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ, നിങ്ങളെ കുടുംബത്തെ. എൻ്റെ പേര് രാമൻ, പൂജാരിയാ.